അള്ളാഹു അവൻ്റെ ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിക്കാനാണ്. മനുഷ്യ ജീവിതം എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ള ജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യം, എങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടത് എന്നുള്ള ശരീഅത്ത് അത് പഠിപ്പിക്കാനാണ് സഹോദരന്മാരെ. ഇവിടെ മതനിയമങ്ങൾ പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അതിൽ അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി. ഇനിയൊരു നബി വരാനില്ല. നമ്മൾ ആ നബിയിൽ വിശ്വസിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ട്. ഇതിലൊന്നും ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. തെളിവ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാണ്, സാക്ഷ്യമാണ്, ചരിത്രത്തിൻ്റെ സാക്ഷ്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ മാറ്റത്തിന് നമ്മൾ സാക്ഷിയാണ്. അത് ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അത് 6-ാം നൂറ്റാണ്ടിന് മാത്രമല്ല, അതിനുശേഷം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഒരു വേറൊരാളങ്ങൾ കാണിച്ചേരി ലോക ചരിത്രത്തെ അത്ര സ്വാധീനിച്ച, ഇത്രയും വ്യക്തമായ ജീവിതം രേഖപ്പെട്ട് കിടക്കുന്ന, ഇത്രയും അനുയായികളുള്ള മറ്റൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചേരി ഒരാൾക്കും കാണിച്ചു തരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ധാർമ്മികതയായി ഇവിടെ എന്തൊക്കെ ഉണ്ടോ സഹോദരങ്ങളെ. ഇപ്പോൾ വിവാഹം എന്നുള്ളത് ഏതെങ്കിലും ആന്ത്രോപോളജി, മനുഷ്യനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്, ആന്ത്രോപോളജിസ്റ്റുകൾ. ലോകത്തിൽ ഏതെങ്കിലും ആന്ത്രോപോളജി സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ഒന്നല്ല വിവാഹം. അത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ അവിടെ വിവാഹം വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. വിവാഹത്തിൻ്റെ ആവശ്യമില്ല, ആർക്കും ആരുടെ കൂടെയും ജീവിക്കാം, ആർക്കും ആരുമായി എന്തുമാകാം എന്ന് പറയുന്നത്. വെറും സമ്മതം മാത്രം മതി എന്നാണ്. സമ്മതം വേണത്രേ. അപ്പോൾ സമ്മതം എങ്ങനെ സമ്മതം ചോദിക്കാം? അതാ പ്രശ്നം. നമുക്കിപ്പോൾ ഒരാളോട് ശാരീരിക ബന്ധം വേണം തോന്നും, അപ്പോൾ നമുക്ക് സമ്മതം ചോദിക്കണം. ഒരു കാരണം സമ്മതം ചോദിച്ചാൽ ആരേറ്റുമാകാം, വാപ്പാനേറ്റും ഉമ്മാനേറ്റും മക്കളേറ്റൊക്കെ ആകാം. സമ്മതം വേണം. അപ്പോൾ സമ്മതം എങ്ങനെ ചോദിക്കാം? അത് ഓൽക്കന്നെ ഒരു ഐഡിയ അല്ല എങ്ങനെ ചോദിക്കാം. ചില ആൾക്കാർ പറയും ചോദിച്ചാൽ ചിലപ്പോൾ അടിയിട്ടു. ചില ആൾക്കാർ പറയും അടി കൊടുക്കൂല എന്ന് പറഞ്ഞവരുണ്ട്. ഓലക്കൂട്ടത്തിൽ തന്നെ തല്ലൂല എന്ന് പറഞ്ഞവരുണ്ട്, തല്ലുന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ സമ്മതത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ ചോദിക്കണം എന്ന് പോലും തീരുമാനമായിട്ടില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിപ്പിച്ചതാണ് വിവാഹം. അതൊരു അഗ്രിമെൻ്റാണ്. നിങ്ങൾ നോക്കി അമേരിക്ക എടുത്തു നോക്കി നിങ്ങൾ. 1.5 കോടി കുട്ടികളെ ഉമ്മാരാണ് വളർത്തുന്നത്, വാപ്പാരില്ല. വാപ്പാരാന്ന് അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ വാപ്പ തിരിഞ്ഞു നോക്കണില്ല. ഇപ്പം ഈ പറഞ്ഞ ആണും പെണ്ണും ഒക്കെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പെൺകുട്ടികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിക്ക് ശേഷം ഹോസ്റ്റൽ തുറക്കണമെന്ന്. ഇപ്പോൾ കാലങ്ങളായിട്ട് നമ്മളൊക്കെ പഠിച്ചപ്പോഴുള്ള നിയമമാണ്, ലേഡീസ് ഹോസ്റ്റൽ, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ 10 മണിയായാൽ പൂട്ടും, പിന്നെ തുറക്കൂല. അപ്പോൾ ഏത് ലൈബ്രറി പോയാലും 10 മണിനുള്ളിൽ കയറിക്കോണം. അത് പണ്ടേ ഉള്ള നിയമമാണ്. ഇപ്പോൾ ഇവർ ആണും പെണ്ണും ഒന്നാണ് സർക്കാരിനെ പറഞ്ഞപ്പോൾ ഇപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ് എന്ത് ഞങ്ങളത് മാത്രം പൂട്ടണത്. ഇപ്പോൾ സർക്കാർ കുടുങ്ങിക്കുകയാണ്. എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ 10 മണിക്ക് ഞങ്ങളത് പൂട്ടേണ്ട ആവശ്യമുണ്ടോ? സഹോദരങ്ങളെ, ആണും പെണ്ണും ഒന്നാണോ? അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഈ ധാർമ്മികതയും കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ പടച്ചവൻ അവനുണ്ടാക്കിയ നിയമങ്ങളാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം. നിങ്ങൾ നോക്കി, മനുഷ്യനുണ്ടാക്കിയ ഓരോ നിയമങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകും. ഇവരാദ്യം പറഞ്ഞു 1930 കാലഘട്ടം, 40-50 കാലഘട്ടങ്ങളിലൊക്കെ ഇവർ പറഞ്ഞ് ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് ഇനി ഈ ജനസംഖ്യ നമ്മൾ നിയന്ത്രിക്കണം. ഇനി 2 കുട്ടികളിൽ കൂടുതൽ പാടില്ല. എല്ലാവരും കൂടി പെരുകി അവിടെ തിന്നാൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, നമ്മളെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചു കണ്ട് തേങ്ങൻ്റെ വെള്ളം കുടിച്ചും ചക്കച്ചണ്ട് ചൗണി നിന്നിട്ടൊക്കെ മദ്രസയിലും സ്കൂൾക്കും പോയൊരു കാലുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചു നോക്കി. നമുക്ക് ഓർമ്മയില്ല, വാപ്പയൊക്കെ പറഞ്ഞാണ് രാവിലെ തിന്നാൻ കിട്ടില്ല തേങ്ങൻ്റെ വെള്ളം കുടിച്ചിട്ടും ചക്കൻ്റെ ചോളയും കിട്ടില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ചൗണിയൊക്കെ ചിലപ്പം കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. നല്ല വരിക്കച്ചക്ക, നല്ല വണ്ണുള്ള ചൗണി, അതിൻ്റെ ഇടയ്ക്കുള്ള സാധനം ഉണ്ടാവും. അതൊക്കെ തിന്നിട്ട് മദ്രസക്കും സ്കൂൾക്കൊക്കെ പോയൊരു കാലുണ്ടായിരുന്നു ഇവിടെ. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് എന്താ തിന്നണ്ടേ? ബിരിയാണിയാണോ, കപ്സമാണോ, മന്തി റൈസുമാണോ, ഏതാ തിന്നണ്ടേന്ന് കൺഫ്യൂഷനിൽ നിൽക്കുക. ഇവിടെ ആൾക്കാരെ എണ്ണം കൂടിയിട്ട് ഇവിടെ തിന്നാൻ തോന കിട്ടിയേക്കാണ്. ആൾക്കാരെ എണ്ണം കൂടി അതൊക്കെ കടി തീർന്നു പോവും, ഭക്ഷണം ക്ഷാമം ഉണ്ടാവും. അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കണം എന്നോ. അങ്ങനെ ചൈനക്കാരനൊക്കെ എന്ത് ചെയ്തു? ഒരു കുട്ടി മാത്രം മതി, 2 കുട്ടികൾ പ്രസവിച്ചാൽ ജയിലിൽ കൊണ്ടുവരില്ല അവസ്ഥ ഉണ്ടായിരുന്നു മാതാപിതാക്കളെ.
ശിക്ഷാ നിയമങ്ങൾ വരെ നടപ്പിലാക്കിയിട്ട് ഒരു കുട്ടി മതി എന്നാക്കി. ഇപ്പം എന്താ അവസ്ഥ? ഇപ്പോൾ ഒരു കുട്ടി മതി എന്നാക്കിയപ്പോൾ അത് ആൺകുട്ടി മതി എന്ന് ആൾക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ അവിടെ പെണ്ണില്ലാത്ത അവസ്ഥയാണ്. ഇനി പെണ്ണുങ്ങളെ ചൈനയ്ക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. കാരണം അവിടെ ഒന്ന് മതി എന്നാക്കിയപ്പോൾ ആൾക്കാരൊക്കെ അത് ആണായിക്കട്ടെ, ഒന്നാണ് ഇപ്പം ഞാൻ ആണായിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ കുറേ ആൾക്കാരെ ആണാക്കിയപ്പം ഇപ്പോൾ പെണ്ണുങ്ങൾ കുറഞ്ഞു. ഇപ്പോൾ ജോലി എടുക്കാൻ ആളില്ല. ഞങ്ങളിപ്പോൾ ഇത് തമാശ പറയല്ല, നിങ്ങൾ വെറുതെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഒരു ഫാമിലി ട്രീ എന്ന് പറഞ്ഞ ഒരു ട്രീ ഉണ്ട്. പണ്ടേ ഉള്ളൊരു സാമൂഹിക ശാസ്ത്രത്തിലെ ഒരു കൺസെപ്റ്റാണ്. ഒരു ഫാമിലി ട്രീ എന്ന് പറയുമ്പം ഒരു വാപ്പി ഉമ്മി ഉണ്ടാവും, അതിൽ കുറച്ച് കുട്ടികളുണ്ടാവും, ഓൾക്ക് പിന്നെയും കുറേ കുട്ടികളുണ്ടാവും. അങ്ങനെ ഇതൊരു ട്രീ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേലെ ഒരു തന്തയും തള്ളി ഉണ്ടാവും, താഴത്തേക്ക് ഇങ്ങനെ കുറേ ആൾക്കാരാണ് വരിക. ഇപ്പോൾ ചൈനൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ തല കുത്തനെയാണ്. ഒരു ഒരാണും ഒരു പെണ്ണും, ഒരു രണ്ടാളും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഓൾക്ക് രണ്ടാക്കും കൂടി ഒരു കുട്ടി. ഓലെ മുകളിൽ 2 വയസ്സായ തന്താരും തള്ളാരും. ഇവളെ തന്തിയും തള്ളി 80, ഇവൻ്റെ തന്തിയും തള്ളി 80, 4 ഉള്ള ആൾക്കാർ മേലെ. താഴത്ത് ഒരാണും ഒരു പെണ്ണും പിന്നെ ഒരു കുട്ടി. ഈ 4 ആൾക്ക് എന്നും കൊണക്കടയിക്കാരം. കാരണം ഒരു 75-80 വയസ്സായ പിന്നെ എന്നും അസുഖക്കാരം. മുട്ടുവേദന, പരടി വേദന, ശ്വാസം കിട്ടായി, ജലദോഷം, പനി, ന്യൂമോണിയ, സോഡിയം കുറയൽ, ബോധം പോലെ. ഇതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ. ഈ 2 ആൾക്കാർക്കും ഇതിനെന്നെ നേരമുള്ളൂ. ഇവളെ വാപ്പിയമ്മനെയും ഇവൻ്റെ വാപ്പാനിമ്മാനെയും നോക്കുക, ഇതിനെ ആസ്പത്രിയിൽ കൊണ്ടുപോവുക. അവിടെ കുടുങ്ങും മനുഷ്യൻ. അവിടെ നമ്മളെ അവസ്ഥ നോക്കി നിങ്ങൾ, ഒരാണും ഒരു പെണ്ണും, അതിൻ്റെ താഴെ ഒരു 6 കുട്ടികൾ, ഓൽക്കൊരു 12, 24, 46 പേരക്കുട്ടികൾ. വല്യാപ്പാനെ ആസ്പത്രിക്ക് കൊണ്ടുപോകുമ്പോൾ വിളിച്ചാൽ അവിടെ വണ്ടിൻ്റെ ബരിയേക്കാരം. അതിലൊന്ന് കെട്ടിച്ച് കാര്യം തീർത്തുണ്ടാവും, ഒരു മന്ദബുദ്ധി ഉണ്ടാവും. പേരിൽ ഫുൾ ടൈം ആളേക്കാരം. നോക്കാം, പൈസ അയച്ചു കൊടുത്താൽ മതി, ആളിവിടെ ഉണ്ട്. അത്രയും സുരക്ഷിതമായ സാമൂഹിക സുരക്ഷിതത്വം ഇവിടെ. ഇത് ധനം തിരിഞ്ഞപ്പോൾ ഇപ്പം മനസ്സിലായി ഇത് പണി പാളിക്കണം കിട്ടുമെന്ന്. ഇപ്പോൾ ഒരു പ്രോത്സാഹനം, കൂടുതൽ പ്രസവിക്കുന്നവർക്ക് മാസ ശമ്പളം, ഓഫർ, ഫ്ലാറ്റ്, 10 ഉള്ളവർക്ക് എന്തൊക്കെയോ രാജ്യത്തിൻ്റെ അമ്മ എന്ന പുരസ്കാരം, 10 പ്രസവിക്കുന്നവർക്ക്. ആരാഞ്ഞ 10 പ്രസവിക്കണം, അവിടെ കല്യാണം കഴിക്കണം തന്നെ ഇപ്പോൾ ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇപ്പം ഒരു 10 പറയാൻ നിൽക്കണേ. ഇപ്പം ഓഫർ പ്രഖ്യാപിക്കുകയാണ് ഗവൺമെൻറ്. പ്രസവിക്കുന്നവർക്ക് ഓഫറുകൾ, അവാർഡുകൾ, പൈസകൾ, മാസം വീട്, ഫ്ലാറ്റ്. ന്യൂസിലാൻഡിലൊക്കെ എന്താണ് വീട് വരെ കൊടുക്കുന്നതാണ് പറഞ്ഞത് പ്രസവിച്ച് കുട്ടികളുണ്ടായാൽ. കാരണം ആൾക്കാർ കല്യാണം തന്നെ കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനിയിപ്പോൾ ഇപ്പോൾ ചൈന പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി, തെറ്റ് തിരുത്തി പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഇനി പ്രോത്സാഹിപ്പിച്ചാൽ തന്നെ പ്രൊഡക്റ്റ് വരണമെങ്കിൽ 20 കൊല്ലം കഴിച്ചു. ജോലി എടുക്കാൻ വന്നൊരാണും പെണ്ണും ഉണ്ടാണെങ്കിൽ 20 കൊല്ലം വേണം. ഇത് ഉണ്ടായി ജനിക്കുമ്പോൾ 20 വയസ്സാവില്ല. 20 കൊല്ലം ഞാൻ കാത്തിക്കണം. 80 വയസ്സായ ആൾക്കാരുടെ എണ്ണം 80 കോടിയിലേക്ക് പോകുന്നതാണ് 2100 ആകുമ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 2100 ആകുമ്പോൾ ഇന്ത്യയിൽ 75 വയസ്സുള്ള 80 കോടി ആൾക്കാരുണ്ടാവും മരിച്ചിട്ടില്ലെങ്കിൽ. ഈ ആൾക്കാരൊന്നും മരിച്ചിട്ടില്ലെങ്കിൽ 80 കോടി വയസ്സന്മാരുണ്ടാവും ഇന്ത്യയിൽ. അപ്പോൾ അതിനനുസരിച്ച് താഴെ ചെറിയ ആൾക്കാരില്ലെങ്കിൽ ഉണ്ടല്ലോ പണിയാണ് പോളും. ഇതൊക്കെ പടച്ചോണ്ടാക്കിയ നിയമമാണ്. വലാ തഖ്തുലു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. മിൻ ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ്. റിസ്ക് പടച്ചോൻ്റെ കയ്യിലാണ്. അതിനെപ്പറ്റി നിങ്ങളൊരു ബേജാറും വേണ്ട. ഇവിടെ പണ്ട് 10 ആൾ തിന്നത്, ആ 10 ആൾക്കുണ്ടാക്കിയ നെല്ലുണ്ടാക്കിയ പാടത്ത് ഇപ്പം എന്താക്കുക 1,00,000 ആൾക്കാർക്കുള്ള നെല്ല്. അത്രയും പവറുള്ള, അത്രയും നല്ല വിത്തുണ്ട്. ഇപ്പോൾ ഒരു വിത്തുമ്പോൾ അത്രയും കതിരി വരും. അതുകൊണ്ട് പടച്ചോതിനൊക്കെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി. അതിനെ പറ്റി നിങ്ങൾ തിന്നാൻ കിട്ടുന്നില്ല എന്ന് പേടിച്ചുകാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ജനസംഖ്യ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ 1400 കൊല്ലം മുമ്പ് അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. അതിൻ്റെ മുമ്പേ അമ്പിയാക്കന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഇതൊക്കെ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ മനുഷ്യൻ്റെതിനൊക്കെ പ്രശ്നം എന്താ അറിയോ, നമ്മളിതിങ്ങനെ നമുക്ക് തോന്നും അതാണ് ശരിയെന്ന്. എന്നിട്ട് നമുക്ക് മനസ്സിലാവും കുറേ കഴിച്ചുമ്പോൾ ശരിയല്ല എന്ന്. അപ്പോൾ ഇതിന് പോണ്ടോലൊക്കെ അനുഭവിക്കേണ്ടവരൊക്കെ അനുഭവിച്ച് പോണ്ടോലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ തിരുത്താം നമ്മളിവിടെ ഉണ്ടാവില്ല, അടുത്ത തലമുറ തിരുത്തും, പക്ഷെ നമുക്ക് ഭയങ്കര നഷ്ടമാവും. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അള്ളാഹ് എന്ത് പറഞ്ഞോ, മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ സൃഷ്ടാവ് എന്ത് പറഞ്ഞോ അത് ഹക്കായി കാരണം, അതെന്നും ഹക്കായിരിക്കും. നമ്മളിങ്ങനെ പറ്റി ആലോചിച്ച് ബേജാറാണ്. പടച്ചോ അങ്ങനെ അള്ളി റസൂലും പറഞ്ഞിക്കണോ അത് ഹക്കാണ്. നമുക്ക് മനസ്സിലാണില്ലെങ്കിലും അതാണ് എൻ്റെ ശരി. നമുക്ക് മനസ്സിലാകാത്ത എന്താ വെച്ചാൽ നമ്മളെ ചെറിയ ബുദ്ധിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചാൽ മതി.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മതം എന്നുള്ളത് ഇത് സത്യമാണ്, ഇത് മാത്രമാണ് സത്യം. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചില ആൾക്കാർ പറയും അതും സത്യമാണ് ഇതും സത്യമാണ്, മതമൊക്കെ എല്ലാ മതങ്ങളൊക്കെ നല്ലതന്നല്ലേ പഠിപ്പിക്കണം, ഒക്കെ അവസാനം എന്ത് ചെയ്യണം, മനുഷ്യൻ്റെ മോക്ഷം തന്നെ ലക്ഷ്യപ്പെടുന്നത് ഒക്കെ ഒന്നാണെന്ന് പറയുന്നത്. ഒക്കെ ഒന്നല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും മതം എന്നുള്ളത് സ്വീകാര്യമായ മതം, അള്ളാൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്തതിന് ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതേ അല്ല. ഫലൻ യുഖ്ബല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഹക്കാണ്. അത് നമുക്ക് ആദ്യം ഇത് ഹക്കാണെന്ന് ബോധ്യപ്പെടാതെ നമ്മളൊരു വണ്ടി ഒരു സ്ഥലത്തേക്ക് പോവാണ്, നമുക്ക് വഴി അറിയില്ല, ചോദിച്ച് പോവാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു സംശയം മനസ്സിൽ കുടുങ്ങിയാൽ പിന്നെ നമ്മളെ വണ്ടിക്ക് സ്പീഡ് കിട്ടൂല. നമ്മളെത്ര ചവിട്ടിയാലും ഇപ്പോൾ ചോദിച്ചോടെങ്കിലും ചോദിച്ചിട്ട് തിരിച്ച് പോരേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ സ്പീഡ് പോവില്ല. നമുക്ക് ഹക്കാണ്, ഉറപ്പാണെങ്കിൽ നമ്മൾ കത്തിച്ച് വിടും, കാരണം നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ യക്കീന് നമ്മൾ ജീവിതത്തിൽ നമുക്ക് ആദ്യം വേണ്ട എന്തോ ഇത് സത്യമാണെന്നുള്ളൊരു യക്കീനും അതൊരു ഇസ്സത്ത് വേണം. ഇത് അള്ളാൻ്റെ ദീനാണ്. അള്ളാഹ് ആരാണ് സഹോദരങ്ങളെ? അള്ളാഹ് ആരാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്ന അതിനെ സംവിധാനിച്ച റബ്ബുണ്ട്. റബ്ബിൻ്റെ തമാശല്ല, അത് ആ ഒരു പടച്ചോനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ റബ്ബിൻ്റെ ഒരു അളമത്ത് നമുക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അള്ളാഹിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല, അത് അള്ളാഹ് പറഞ്ഞാണ്. അതന്നെയാണ് സത്യം. ഈ ആകാശ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി, ഈ നമ്മളിങ്ങനെ മേലക്കണ് നോക്കി കാണുന്ന ഈ നക്ഷത്രങ്ങൾ, അതിനെപ്പറ്റി ഇപ്പോൾ പുതിയൊരു ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു അമേരിക്ക. ഏറ്റവും വലിയ ടെലസ്കോപ്പ് പോലെ ഒരു ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. അതിൽ കുറേ പുതിയ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളൊക്കെ പോലും കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടുപിടിച്ചപ്പോഴാണ് കാണാൻ തുടങ്ങി. അവരെന്നെ പറയണത് ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം മനുഷ്യന് കണക്കാക്കാൻ പറ്റൂല എന്നാണ്. അവർക്ക് പറ്റിയിട്ടുള്ളത് വരെ. നിങ്ങൾ നോക്കി, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്താണ് ആയത്തുൽ കുർസി. എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി ഏറ്റവും മഹത്തായ ആയത്തായത്? വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ കുർസി ആകാശഭൂമികളോളം വിശാലമാണെന്നാണ്. ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹിൻ്റെ കുർസി. ഇന്ന് അതിൽ ഒരാകാശത്തിൻ്റെ വലുപ്പം ഇന്ന് മനുഷ്യന് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ 7 ആകാശങ്ങളുണ്ട്. അതിൽ ഒരാകാശത്തിൻ്റെ വലുപ്പം പോലും മനുഷ്യന് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇപ്പോഴും നാസ പറയുന്നത് എന്താ അറിയോ? ഭൂമിയിൽ എത്ര മൺതരികളുണ്ടോ അതിനേക്കാളേറെ നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട് എന്നാണ്. ഒരു മൺതരിൻ്റെ വലുപ്പത്രേ, ഒരു നക്ഷത്രത്തിൻ്റെ വലുപ്പത്രേ. ഒരു സൂര്യൻ മാത്രം നോക്കി നിങ്ങൾ, ഈ കാണുന്ന വലിയ ഭൂമി അങ്ങനത്തെ 13 ലക്ഷം ഭൂമി കൊള്ളും ഒരു സൂര്യൻ്റെ ഉള്ളിൽ. നിങ്ങളൊരു സൂര്യനെടുത്താൽ അതിൽ 13 ലക്ഷം ഭൂമി നെട്ടക്ക, അത്രയും വലുപ്പമുണ്ട് സൂര്യൻ. ആ സൂര്യൻ തന്നെ ആകാശഗംഗയിലെ വളരെ ചെറിയൊരു ഗ്രഹമാണ്. സൂര്യനേക്കാളൊക്കെ കോടാനകോടി വലിപ്പമുള്ള കോടാനകോടി ഗ്രഹങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിലെ മൺതരികളെക്കാൾ നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട്. അത് ഒരാകാശത്തിൻ്റെ കാര്യമാണ്. അങ്ങനത്തെ 7 ആകാശങ്ങളെക്കാൾ വിശാലമാണ് അള്ളാൻ്റെ കുർസി. നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കണം. ആ കുർസി എവിടെ ഉള്ളത്? അത് ഹർഷിലുള്ളത്. അപ്പോൾ ഹർഷിൻ്റെ വലിപ്പം എത്രയാണ്? സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു മരുഭൂമിയിൽ ഇങ്ങനെ പോകുമ്പം ഒരു ഇരുമ്പിൻ്റെ വട്ടക്കണി മോതിരം കാണിച്ചു കൊടുത്തിട്ടാണ് പറയണത്, ഈ വട്ടക്കണി മോതിരമാണ് കുർസിയെങ്കിൽ ഈ മരുഭൂമിയാണ് ഹർഷ് എന്ന്. ആ വട്ടക്കണി മോതിരമാണ് കുർസിയെങ്കിൽ മരുഭൂമിയാണ് ഹർഷ്. കുർസിൻ്റെ വലിപ്പമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 7 ആകാശങ്ങളെക്കാൾ വലുതാണ് കുർസി. അതിൽ ഒരാകാശത്തിൻ്റെ വലിപ്പം മനുഷ്യന് കണക്കാക്കാൻ പറ്റിയിട്ടില്ല. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്, ഭൂമിയിലെ മൺതരികളെക്കാൾ നക്ഷത്രങ്ങളുണ്ട്. മൺതരിയുടെ നക്ഷത്രയുടെ ഒരു സൂര്യൻ്റെ ഉള്ളിൽ തന്നെ 13 ലക്ഷം ഭൂമിനെ കൊള്ളൂ. ആ സൂര്യൻ തന്നെ ചെറുതാത്ര, അതിനേക്കാൾ കോടാനകോടി സൂര്യന്മാരുണ്ടെന്നാണ് പറയണത്. അതൊരാകാശം. അങ്ങനത്തെ 7 ആകാശങ്ങളെക്കാൾ വിശാലമായ കുർസി. ആ കുർസിയുള്ള ഹർഷ്, അതിലുള്ള റബ്ബാണ് നമ്മളെ റബ്ബ് അല്ലാഹു എന്ന് പറയുന്നത്.
ആ റബ്ബിനെയാണ് വിശ്വസിക്കുന്നത്, ആ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ റബ്ബിനോടാണ് നമസ്കാരത്തിൽ 5 പ്രാവശ്യം ഞാൻ നിങ്ങളും സംസാരിക്കുന്നത്, ആ റബ്ബിനാണ് നമ്മൾ കാര്യങ്ങൾ വരമേൽപ്പിക്കുന്നത്, ആ റബ്ബിനെ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സഹോദര, ആ റബ്ബിൻ്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ. ആ റബ്ബിൻ്റെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് നമുക്ക് വിചാരണക്ക് പോകാനുള്ളത്, മാലിക് യൗമിദ്ദീൻ. ആ ഒരു ബോധം, ഈ യാഥാർത്ഥ്യ ബോധം നമുക്ക് വേണം. ഇത് ഹക്കാണ് എന്നുള്ള, ഇത് സത്യമാണ് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാകണം സഹോദരങ്ങളെ. അല്ലെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം പലതും നമ്മൾ കാണാൻ പോവാണ്. ഒരു പുതിയ തലമുറ വരാൻ പോവാണ് ഇവിടെ. നമ്മളല്ലേ ഓരോ മയക്കുമരുന്നുകളും അതേപോലെ തന്നെ ഇതിനൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന യോളോ എന്നാണ്, യു ഓൺലി ലിവ് വൺസ് എന്നാണ് പുതിയ തലമുറൻ്റെ മുദ്രാവാക്യം. ഫേസ്ബുക്കിലൊക്കെ കാണാം, യു ഓൺലി ലിവ് വൺസ്, ജീവിതം ഒന്നേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം ജീവിക്കുള്ളൂ. അതന്നെ നമുക്കും പറയാനുള്ളത്, ഒറ്റ പ്രാവശ്യം ജീവിക്കുള്ളൂ. പക്ഷേ ഈ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് ഇതിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഈ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ഈ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു എവിടെയാണ് സഹോദരങ്ങളെ? ചില ആൾക്കാരോട് ചോദിച്ചാൽ അള്ള എവിടെ? അള്ള ബെടക്കുണ്ട് അറിയും, അള്ള ബെടക്കുണ്ട്. അങ്ങനെ ബെടക്കുണ്ട് അള്ള? അങ്ങനെ ആരാണ് സഹോദരങ്ങളെ പഠിപ്പിച്ചത്? ഇവിടെ കള്ളുണ്ട്, ഇവിടെ കള്ളുണ്ടെങ്കിൽ അള്ള കക്കൂസിലുണ്ടാവും, കള്ളുഷാപ്പിലുണ്ടാവും. അങ്ങനെ പടച്ചോണ്ടോ? കക്കൂസിലും കള്ളുഷാപ്പിലൊക്കെ പടച്ചോണ്ടോ? അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഒരു സ്ത്രീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിക്ക് വരികയാണ്. അവർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവരോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ചോദ്യം ചോദിച്ചു, അയിനല്ലാ, അള്ള എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ അള്ളാഹു ഫിസ്സമാ എന്നാ പറഞ്ഞത്. അള്ളാഹു ആകാശത്താണ്, ഉപരിലോകത്താണ് പടച്ചോനുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ അതാണ്. അല്ലാതെ പടച്ചോൻ ഇവിടെക്കുണ്ട് എന്നുള്ളത് അദ്വൈത ശങ്കരാചാര്യം പഠിപ്പിച്ച വിശ്വാസമാണ്, അദ്വൈത വിശ്വാസമാണ്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന്. അങ്ങനെ ദൈവം എല്ലായിടത്തുമില്ല. അള്ളാഹു ദാത്ത് കൊണ്ട് ഹർഷിൽ ഇസ്തവ ചെയ്തിരിക്കുന്നു. പടച്ചോൻ ഹർഷിലാണുള്ളത്. അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ട്, സിഫത്ത് കൊണ്ട്, അള്ളാഹു അവൻ്റെ കാഴ്ച കൊണ്ട്, കേൾവി കൊണ്ട്, അറിവ് കൊണ്ട് ഇവിടെക്കുണ്ട്. ഇവിടെ നടക്കണമൊക്കെ പടച്ചോൻ അറിയുന്നുണ്ട്. അത് അള്ളാഹിൻ്റെ കഴിവ് കൊണ്ടാണ്, സിഫത്ത് കൊണ്ടറിയണ്. ദാത്ത് കൊണ്ട് പടച്ചോൻ ഇവിടെ അല്ല, ദാത്ത് കൊണ്ട് പടച്ചോൻ ഹർഷിലാണ്. അതാണ് ആയത്തുൽ കുർസി, വസിഹ കുർസിയുഹു സമാവാതി വൽ അർള്. ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിൻ്റെ കുർസി, അത് ഹർഷിലാണ്. ആ ഹർഷിൽ ഇസ്തവ ചെയ്തൻ. അവിടുന്ന് പടച്ചോന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പം പടച്ചോൻ മേലെയാണ്. ഇവിടെയുള്ള പടച്ചോൻ ഇറങ്ങി വരുമോ? തൂണിലും തുരുമ്പിലുള്ള പടച്ചോൻ ഇറങ്ങി വരുമോ? 1-ാം ആകാശത്തേക്ക് രാത്രിയുടെ അവസാന യാമത്തിൽ അള്ളാഹു ഇറങ്ങി വരും എന്ന് പറയുമ്പം അള്ളാഹു മേലെയാണ് എന്നതിൻ്റെ അർത്ഥം. ഈസാ നബി അള്ളാഹു ഉയർത്തി എന്ന് പറയുമ്പം അള്ളാഹു മേലെയാണെന്നാണ് പറഞ്ഞത്. അല്ല, ഈസാ നബിനെ അള്ളാഹിൻ്റെ അടുത്തേക്ക് ഉയർത്തേണ്ട ആവശ്യമില്ല, താത്തിയാ പോരെ. അപ്പോൾ അള്ളാഹു ഉപരിലോകത്താണ്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അക്കീദ. അല്ല, എല്ലായിടത്തും പടച്ചോണ്ട് എന്നുള്ളൊരു അക്കീദ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന് അങ്ങനെ ഒരു അക്കീദല്ല. അത് ഇവിടുത്തെ ശങ്കരാചാര്യം പഠിപ്പിച്ച അദ്വൈത സിദ്ധാന്തമാണ്, എല്ലായിടത്തും പടച്ചോണ്ട് എന്നുള്ളത്. തൂണിലും തുരുമ്പിലും ഈ ഫോണിലും ഈ മൈക്കിലും ഈ മണ്ണിലൊക്കെ പടച്ചോണ്ട്. അപ്പോൾ കക്കൂസിലും തീട്ടത്തിലൊക്കെ പടച്ചോണ്ട് പറയേണ്ടി വരും. എല്ലായിടത്തും പടച്ചോണ്ട് അറിയുമ്പോൾ അങ്ങനെ പടച്ചോനല്ല, പടച്ചോൻ അർഷിലാണ്. പടച്ചോൻ്റെ അറിവ് കൊണ്ട്, സിഫത്ത് കൊണ്ട്, കഴിവ് കൊണ്ട് പടച്ചോൻ ഇവിടുത്തൊക്കെ അറിയുന്നുണ്ട്. അതാണ് ശരിയായ വിശ്വാസം. അത് നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. ഇത് ഹക്കായ ദീനാണ്, ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. നമ്മൾ ആ അള്ളാഹുവിനാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ നോക്കി, ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആൻ നോക്കി, ഓരോ പ്രവാചകന്മാരും ഓരോ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകന്മാർ മുഅ്ജിസത്ത് കാണിച്ചത്? ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള വഹിയുള്ള റസൂലാണ് ഞാൻ എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ മുഅ്ജിസത്ത് കാണിച്ചത്. മൂസാ നബിൻ്റെ വടി എന്തായിരുന്നു സഹോദരങ്ങളെ? മൂസാ നബി അലൈഹിസ്സലാം വടി കാണിച്ചില്ലേ? വടിയിട്ട് പാമ്പാക്കിയില്ലേ? അതെന്തിനായിരുന്നു? അത് ഇസ്രായേലിയർക്ക് ബോധ്യപ്പെടുത്താനായിരുന്നു. കാരണം അന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കണ കാലമായിരുന്നു. മാജിക്കിൻ്റെ കാലത്താണ് മൂസാ നബി നബിയായിട്ട് വരുന്നത്. എല്ലായിടത്തും മാജിക്കാണെന്ന്. അതുകൊണ്ടാണ് മൂസാ നബി ഓലേക്കാൾ വലിയ മാജിക്ക് കാണിച്ചത്. കാരണം ആ മാജിക്കാർക്ക് മനസ്സിലായി, മാജിക്കാരിട്ട വടിനെ മുഴുവൻ
വടിയിട്ട് പാമ്പാക്കിയപ്പം ആ പാമ്പുകളെ മുഴുവൻ മൂസാ നബിയുടെ വടിയിൽ നിന്നുണ്ടായ പാമ്പ് വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ആ സാഹിര്യങ്ങൾക്ക് മനസ്സിലായി മൂസാൻ്റെ പാമ്പ് നമ്മളെ പാമ്പുമാരിയല്ല, അത് വേറെ പാമ്പാണ്. അതുകൊണ്ട് ഒരു മൂസായിൽ വിശ്വസിച്ചു. ഓൽക്കും കാര്യമേ മനസ്സിലായി. ആ വടി നമ്മൾ കണ്ടുകണ സഹോദരങ്ങളെ, വടി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാം മുജ്സത്ത് കാണിച്ചു. എന്താ കാണിച്ചത്? കുഷ്ഠരോഗികളെ ചികിത്സിച്ചു. ഇവിടെ കൊറോണ വന്നില്ലേ സഹോദരങ്ങളെ? കൊറോണ ആദ്യത്തെ 1, 2, 3 മരണം വന്നപ്പം നമ്മളൊക്കെ പെരൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്നു, പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല. റോട്ടുകൊക്കെ ഇറങ്ങിയാൽ പകലിറങ്ങിയാൽ ഒരു മനുഷ്യല്ലേ ഇത് പേടിച്ചിട്ട് പുറത്തിറങ്ങാത്ത. അന്ന് സർക്കാർ പോലീസിനെ നിർത്തിയിട്ട് പെരി കയറ്റിയിട്ടില്ല, ആൾക്കാർ പേടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. എന്താ കൊറോണ എന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി. എന്നാൽ ഈസാ അലൈഹിസ്സലാം വന്നപ്പം അന്ന് കുഷ്ഠരോഗികളുടെ കാലമായിരുന്നു. ഒരാളെ തൊട്ടാൽ കുഷ്ഠരോഗം പകരും, തൊടുന്നതിൽ കുഷ്ഠരോഗം പകരും. എന്നിട്ട് കുഷ്ഠരോഗികൾ ആൾക്കാരൊക്കെ കൂടി വലിയ കിടങ്ങ് കുത്തിയിട്ട് ആയി കൊണ്ടയിട്ടൊക്കെയായിരുന്നു ഈസാ നബി വന്ന കാലത്ത്. എന്നിട്ട് ഭക്ഷണം വസ്ത്രം എറിഞ്ഞെടുക്കുന്നു പേടിച്ചിട്ട്, പകരുന്ന് പേടിച്ചിട്ട്. ഈസാ നബി അലൈഹിസ്സലാം ആ കിടങ്ങിൽ ഇറങ്ങിയിട്ട് ആ കുഷ്ഠരോഗികളെ ചികിത്സിച്ച് സുഖപ്പെടുത്തി. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഈസാ നബി പ്രവാചകനാണെന്ന്. ഓരോ കാലത്തും പ്രവാചകന്മാർ മുഅ്ജിസത്ത് കാണിച്ചിട്ടുണ്ട്. എന്തിന്? നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈസാ നബി അന്ധന്മാർക്ക് കാഴ്ച നൽകി, പാണ്ഡുരോഗികളെ ചികിത്സിച്ചു. ഇന്നും വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, മരിച്ച ആളെ ജീവിപ്പിക്കുക. അതൊന്നും നടക്കൂല. അതും ഈസാ നബി അന്ന് കാണിച്ചു കൊടുത്തു. എന്തിന്? ഈസാ നബി പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്നാൽ സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നില്ലേ, എന്ത് മുഅ്ജിസത്താണ് സഹോദരങ്ങളെ! ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് എന്ത് മുഅ്ജിസത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ ബാക്കി വെച്ചത്. മുഹമ്മദ് നബിയാണെന്ന് മനസ്സിലാക്കാൻ, ലോകാവസാനം വരെ ഇനി ഒരു പ്രവാചകൻ വരില്ലെന്ന് മനസ്സിലാക്കാൻ എന്ത് മുഅ്ജിസത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് ബാക്കി വെച്ച് പോയത്. അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഇതിനെ മുഴുവൻ, ഈ കോടാനകോടി ചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന ആ റബ്ബിൻ്റെ സംസാരമായ വിശുദ്ധ ഖുർആൻ അതേറ്റവും വലിയ മുഅ്ജിസത്താണ്. ചന്ദ്രനെ പിളർത്തിയിലെ സഹോദരങ്ങളെ, ചന്ദ്രനെ അള്ളാഹുവിൻ്റെ റസൂൽ പിളർത്തി രണ്ടാക്കി കാണിച്ചു കൊടുത്തു. ഇപ്പോൾ പരിഹസിക്കാൻ വേണ്ടി ചില ആൾക്കാർ പറയും, അതിങ്ങനെ ചില ആൾക്കാർക്ക് ഇങ്ങനെ നോക്കിയപ്പം കണ്ണിൻ്റെ പുരികത്തിലൂടെ ഇങ്ങനെ നോക്കിയപ്പം രണ്ടായി തോന്നിയതേ കാരണം. അങ്ങനെ മുറിച്ചൊക്കെയാണ് സഹോദരങ്ങളെ ചന്ദ്രനെ അങ്ങനെ ഒരു വരച്ച് മുറിച്ചൊക്കെയല്ല, ചന്ദ്രനെ ഒരു വര വരച്ചിട്ടല്ല മുറിച്ചത്. ചന്ദ്രൻ്റെ രണ്ടറ്റങ്ങളും മക്കയുടെ ആകാശത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ ഞങ്ങൾ കണ്ടു എന്നാ സഹാബത്ത് പറഞ്ഞത്. നടുവരച്ചൊക്കെയല്ല, രണ്ടറ്റം, രണ്ട് കഷ്ണം രണ്ട് അറ്റത്ത് കൊണ്ടുവച്ചൊക്കെയാണ്. അങ്ങനെ കണ്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. സഹാബത്ത് പറഞ്ഞത് അങ്ങനെയാണ്. അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഹക്കാണ്. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് അത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അതിന് നമ്മൾ ഇതേമാതിരി ഞാനുങ്ങളും മൈമുട്ടി ഡോക്ടറൊക്കെ ഇങ്ങനെ നീച്ചിങ്ങോട്ട് വരും. അള്ളാഹിൻ്റെ മുമ്പക്ക് വരേണ്ടി വരും. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ ഒരു വിചാരണക്ക് നമ്മൾ ഹാജരാകേണ്ടി വരുമെന്ന ഒരു ബോധം, അതാണ് ഓരോ സെക്കൻഡും നമ്മളെ നയിക്കേണ്ടത്. അതിലേറ്റവും സഹോദരങ്ങളെ, ആ മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് എന്താണ്? ആ നരകത്തിലെത്തിപ്പെടുക എന്നുള്ളതാണ്. നരകത്തിൽ അകപ്പെട്ടു പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം അത് ഈ വിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കലാണ്. വിശുദ്ധ ഖുർആൻ ഹബ്ലുല്ലാഹിൽ മംദൂദ്, ആകാശലോകത്ത് നിന്ന് അള്ളാഹു താഴേക്കിട്ട അള്ളാഹുവിൻ്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. അത് ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അതിൻ്റെ മറ്റേ തലക്ക പടച്ചോനാണ്, റബ്ബാണ്. ഒരിക്കലും വഴി തെറ്റൂല. ശരിയായതിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മളെ വഴി നയിക്കുമെന്നാണ്. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം.
സൂറത്തുൽ മാഇദ. എന്താ നോക്കി പടച്ചോൻ പറഞ്ഞു? ഇതുകൊണ്ട് പടച്ചോൻ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയ ആളുകളെ രക്ഷയുടെ വഴികളിലേക്ക്, ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുമെന്നാണ്. ഇമാം നാസറുദ്ദീൻ സഅദി ആ ആയത്തിന് കൊടുത്ത തഫ്സീറുണ്ട്. അത് നമ്മളിങ്ങനെ ഹൃദയത്തിൽ കൊത്തി വെക്കണം സഹോദരങ്ങളെ. ആ യഹ്ദി മനിത്തബഅ റിളവാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. മിനൽ-ളുലുമാതി ഇലൻ-നൂർ. എന്താണ് ആ ളുലുമാത്ത്? അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കും. എന്താണ് അന്ധകാരം? അൽ-ളുലുമാതിൽ കുഫ്രി വശിർക്ക്. ആദ്യത്തെ അന്ധകാരം എന്ന് പറയുന്നത് ഷിർക്കും കുഫറും തന്നെയാണ്. ലോകം എത്ര പുരോഗമിച്ചാലും ഇവിടെ എന്തൊക്കെ ടെക്നോളജി വന്നിട്ട് നമ്മളിപ്പോൾ ഫോണില്ലാതെ നമ്മളെ കയ്യിൽ തന്നെ ഫോൺ ഇങ്ങനെ കുത്തിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു കാലം വരും എന്നാണ് പറയണത്. ഇതൊന്നും ഇങ്ങനെ കൊണ്ടു പിടിച്ച് നടക്കേണ്ടി വരില്ല. വെറുതെ കജിമ കുത്തിയാൽ തന്നെ കാണാനും വർത്താനം മാറാൻ പറ്റാല്ല ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇവിടുന്ന് ഊട്ടിക്കും മൈസൂർക്കും ടൂർ പോകുന്നത് പോലെ നമ്മളൊക്കെ അങ്ങനെയല്ല ടൂർ പോയത്. നമ്മളെ കുട്ടികൾ ഇവിടെ ചൊവ്വയ്ക്കും ചന്ദ്രൻക്കും ടൂർ പോകുന്നൊരു കാലം വരും. പാപ്പാ പൈസ തരും, നാളെ ചന്ദ്രൻക്ക് പോകണമെന്ന് അറിയും. അങ്ങനത്തെ ഒരു കാലം ഇവിടെ ചിലപ്പം 2100 വരും. പക്ഷേ അപ്പോഴും സഹോദരങ്ങളെ, അന്ധകാരം എന്നുള്ളത് അത് ഷിർക്കും കുഫറുമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുക, പടച്ചോനല്ലാത്തൊരാളോട് സഹായം ചോദിക്കുക. എൻ്റെ ജീവിതത്തിൽ വന്ന മുസീബത്ത്, എൻ്റെ 2 കുട്ടികൾ ബൈക്ക് ആക്സിഡൻ്റായി മരിച്ചു. എൻ്റെ പെണ്ണുങ്ങൾക്ക് അതോടുകൂടി മാനസികമായി. എൻ്റെ വാപ്പ കൊലായ്മൊന്ന് 3 എല്ല് പൊട്ടി. ഇതൊക്കെ കൂടി വന്നപ്പം ഇതെന്തോ ഒരു കുരുത്തക്കേടാണ്. അതാ ജാറത്ത് പോയി ഒരു നൂല് കെട്ടിയാൽ ശരിയാവും, അല്ലെ അജ്മീർ പോയിട്ട് മന്ത്രിച്ചൂതി നെജ്ജുണ്ടെന്ന് പരറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, അതിൽ നിങ്ങൾ വിശ്വസിച്ചു പോയോ എങ്കിൽ നിങ്ങൾ ശിർക്ക് ചെയ്തു. നിങ്ങൾ ശിർക്ക് ചെയ്തു. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഖൈർ കൊണ്ടുവരാനോ നമ്മുടെ ജീവിതത്തെ ബാധിച്ച എന്തെങ്കിലും മുസീബത്തിനെ നീക്കാൻ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ അതാണ് ശിർക്ക്. അതാണ് ശിർക്ക്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് പടച്ചോനാണ്, അള്ളാഹുവാണ് എന്ന് പറയാനല്ല മുഹമ്മദ് നബി മക്കയിൽ വന്നത്. അത് അബൂജഹലിനെ അറിയുന്നു. അള്ളാഹുവാണ് മഴ പെയ്യിക്കുന്നത് എന്ന് പറയാനല്ല മുഹമ്മദ് നബി വന്നത്. ലാത്തത്വങ്ങളും അനാത്തത്വങ്ങളും പ്രാർത്ഥന കേൾക്കൂല, ഒരു ശുപാർശ ചെയ്യൂല, ഒരു രക്ഷപ്പെടുത്തൂല എന്ന് പറയാനാണ് മുഹമ്മദ് നബി മക്കയിൽ വന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ബാധിച്ച ഖൈറോ ഷർറോ, കൂടുതൽ ഖൈർ കൊണ്ടുവരാനോ നമ്മളെ ബാധിച്ച ഷർറിനെ ഇല്ലാതാക്കാനോ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതാണ് ശിർക്ക്. അമ്പർത്ത തങ്ങളെ, സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളെ പേരിൽ നിങ്ങൾ സത്യം ചെയ്യുന്നുവെങ്കിൽ അതാണ് ശിർക്ക്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയിലേക്ക് നിങ്ങൾ നേർച്ച ചെയ്തുവെങ്കിൽ അതാണ് ശിർക്ക്. അത് പാടില്ലെന്ന് പറയാനാണ് മുഹമ്മദ് നബി മക്കയിൽ വന്നത്. ഞാൻ എല്ല് ഡോക്ടറാണ്. അപ്പോൾ കുറേ പ്രായമായന്മാരൊക്കെ എല്ല് പൊട്ടിക്കാണ്ടേ അത് നേരാക്കാൻ വേണ്ടി വലിച്ചുമ്പോൾ ചെറിയൊരു ബിരുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില അമ്മമാർ പറയും, എൻ്റെ യാവുത്തങ്ങളെ കാക്കണേന്ന്. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മമാരോട് ചെന്തമ്മ ഈ യാവുത്തങ്ങൾ ആരായിച്ച് ഒക്കെ നമ്മളാൾക്കാരിടാറുണ്ട്. ആ പടച്ചോനെ വിളിച്ചുകൂടെ? പടച്ചോനല്ല യാവുത്തങ്ങളെക്കാൾ വലുത് പറഞ്ഞപ്പോൾ അല്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. ഒക്കെ ഒന്നിന് എങ്ങനെ സഹോദരങ്ങൾ ഇതൊക്കെ ഒന്നാകുക? ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആരാണ് ഈ യാവുത്തങ്ങൾ? തിരൂര് ജാറത്തിൽ അത് 2 ജാറത്തിലാണ് കിടക്കണത്. അപ്പം എങ്ങനെ 2 ജാറത്തിൽ ഒരാൾ കിടക്കുക വെച്ചാൽ അടി കൂടെ ടണലത്രേ. കുറച്ച് ദിവസം ഇവിടെ കിടക്കും, കുറച്ച് ദിവസം അവിടെയും കിടക്കും. തിങ്കളാഴ്ച പടി ചൊവ്വാഴ്ച പടി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ആൾക്കാർ അങ്ങോട്ട് പോകും, ചൊവ്വാഴ്ച അങ്ങോട്ടും പോകും. അപ്പോൾ അതുകൊണ്ട് കമ്മിറ്റിക്കാരെന്ത് ചെയ്തു? ഏത് ദിവസമാണെന്ന് പറയാൻ പറ്റൂല, എവിടെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ 2 കച്ചവടമായി. ഭീമാപ്പള്ളിയിലെ ചാറെന്താ എത്ര 4 കോടിക്കപ്പം ലേലത്തിന് വിറ്റ്. 4 കോടി ഈ വർഷത്തെ ലേലം. കഴിഞ്ഞ 2 കോടിയായിരുന്നു. 4 കോടിക്ക് ആൾക്കാരെടുത്തു. കാരണം ഈ 4 കോടിക്ക് എടുക്കണം 5 കോടി കിട്ടും വെച്ചിട്ടാണല്ലോ. സഹോദരങ്ങളെ, എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നിങ്ങളെ വേദന കുറക്കാൻ കഴിയുക? ഇതൊക്കെ നമ്മളെ ആൾക്കാരാണ് പറയണത്.
അങ്ങനെ ആരാണ് പഠിപ്പിച്ചത് സഹോദരങ്ങളെ? അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിക്കണോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചിക്കണോ? മദ്ഹബിൻ്റെ ഏതെങ്കിലും ഇമാമുമാർ, ഷാഫി ഇമാം പറഞ്ഞിക്കണോ ഏതെങ്കിലും തങ്ങന്മാരെ വിളിച്ചണമെന്ന്? ഏറ്റവും വലിയ തങ്ങളാരാ സഹോദരങ്ങളെ? ഏറ്റവും വലിയ തങ്ങളാരാ നോക്കി. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ അനുസരിച്ച് ഏറ്റവും വലിയ ഔലിയപ്പാപ്പ ആരാ? നിങ്ങൾ പറയും ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദറജ കഴിഞ്ഞിട്ട് ഏതൊരു ഔലിയപ്പാപ്പയും വരുള്ളൂ. ഏറ്റവും വലിയ ഔലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ സഹാബത്ത് മുഴുവനാണ്. അവസാനത്തെ സഹാബിയും കഴിഞ്ഞാലേ പിന്നെ ഔലിയ വരുള്ളൂ. എന്തേ സഹോദരങ്ങളെ ഇവിടെ ആൾക്കാർ അബൂബക്കറെ കാക്കണമെന്ന് പറയാത്തത്? ഉമറെ കാക്കണമെന്ന് എന്താ പറയാത്തത്? ഉസ്മാനെ കാക്കണമെന്ന് പറയാത്തത്? ദറജ കൊണ്ട് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഓരാണ് രക്ഷിക്കേണ്ടത്. പക്ഷെ ഓരെന്താ വിളിച്ചാത്തത്? അതാണ് പറഞ്ഞത്. ഇതിൻ്റെ ഗുട്ടൻസ് അതല്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇസ്ലാമിന് പരിചയമില്ല സഹോദരങ്ങളെ. സഹാബത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. മദ്ഹബിൻ്റെ ഇമാമിയങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരാണ് ആ യാഹൂത്തങ്ങൾ കാക്കുമെന്ന് ഇവിടെ പഠിപ്പിച്ചത്? ആരാണ്? വേദനിക്കുമ്പോൾ പ്രയാസം വരുമ്പം മമ്പുറം തങ്ങളെ കാക്കണേ എന്ന് പറയുമ്പം മമ്പുറം തങ്ങൾ നിങ്ങളെ കാക്കുമെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? ലാത്തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞപ്പം അബൂജഹലിനോട് അങ്ങനെ വിളിക്കരുത്, അങ്ങനെ പറയരുത് എന്ന് പറയാനാണ് മുഹമ്മദ് നബി മക്കയിൽ വന്നത്. പിന്നെ എങ്ങനെ സഹോദരങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കണ്ട് ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയാം? അങ്ങനെ കാക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു കാണുന്നത് പോലെ അവർ കാണുമെന്നെങ്ങനെ പറയാം? അള്ളാഹുവാണ് സമീഅ്, അള്ളാഹുവാണ് ബസീർ. എല്ലാം കാണുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അള്ളാഹു കാണുന്നത് പോലെ കാണാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. അങ്ങനെ സാധിക്കുമെന്ന്, അള്ളാഹ് കാണുന്നത് പോലെ മൊയ്തീൻ ഷെയ്ഖ് കാണുമെന്ന് എവിടുന്ന് എങ്ങനെ വിളിച്ചാലും മൊയ്തീൻ ഷെയ്ഖ് വിളി കേൾക്കും. ഏത് ഭാഷയിൽ വിളിച്ചാലും വിളി കേൾക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, യാതൊരു സംശയവുമില്ല. കാരണം അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം, തൗഹീദ്. അത് തെറ്റിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ നരകം, സ്വർഗം നിഷിദ്ധമായി, നരകം നിർബന്ധമായി. ഒരു കാലത്തും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. അതുകൊണ്ട് നിങ്ങൾ ഈ ഖുർആൻ നിങ്ങളെ നയിക്കുന്നത് ഈ അന്ധകാരമാകുന്ന ഏറ്റവും വലിയ അന്ധകാരമായ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമാണ്. അതിൽ യാതൊരു സംശയം പാടില്ല. ഷിർക്കിൻ്റെ കാര്യത്തിൽ സംശയം പാടില്ല. അത് ജീവിതത്തിൽ വരാൻ പാടില്ല. നമ്മളത് അങ്ങേയറ്റം ഭയപ്പെടണം. ഇരുട്ടുള്ള രാത്രിയിൽ പാറപ്പുറത്ത് കറുത്ത പാറയിൽ വരുന്ന കറുത്ത ഇരുമ്പ് പോലെ അത് നമ്മളെ ജീവിതത്തിലേക്ക് അരിച്ചു വരും. അത്രയും നമ്മൾ സൂക്ഷിച്ചു നിൽക്കണം. അത് അത്രയും അറിവുണ്ട് ആ വിഷയത്തിൽ. നമ്മൾ അത്രയും ജാഗ്രത പുലർത്തണം. അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.